ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്താണ് അൺബോക്സ് ചെയ്യാനുള്ളത്? നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന, ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ഒരു സാധനമാണ്. നാട്ടിൽ ഭയങ്കര പിടിച്ചുള്ള സാധനം. അപ്പോൾ ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനമാണ് മീനാന്ന് പറയും. ഇതൊക്കെ ഇതുപോലെ അത് തന്നെ കൂടുതൽ വെച്ചാൽ പോരെ അല്ലേ? ഇത് ചെമ്പല്ലി, ഇതാണ് റെഡ് സ്നാപ്പർ ചെമ്പല്ലി. നോക്ക് വിട്ടേക്കുന്ന കണ്ണ് കണ്ട ആണ് റെഡ് സ്നാപ്പർ. നല്ല മുട്ടക്കാട്ടൻ ചെമ്പല്ലി. ഉണ്ടോ? അലുവ കഷ്ണം പോലത്തെ ചെമ്പല്ലി. ഒറ്റക്കറിയാണോ? അല്ല, ഞാനിത് രണ്ടായിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ 2 പീസായിട്ട് മാറ്റും. എനിക്കിഷ്ടമുള്ള മീനാണ് ചെമ്പല്ലി. നാട്ടിൽ ജസൂര് ഇഷ്ടമുള്ള മീനാണ്. ജസുവെ ചെമ്പല്ലി. എൻ്റെ ആങ്ങളുടെ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്പല്ലി. അവൾക്ക് മീൻ എന്നാന്ന് അറിയാവായിട്ടൊന്നുമല്ല, ഏത് മീനാണല്ലോ അവള് ചെമ്പല്ലിയാണോ എന്ന് ചോദിക്കും. അപ്പൊ അതൊരു കഷ്ണം നമ്മൾ സിപ്ലോ കവറിനകത്താക്കി ഇതൊരു കഷ്ണം ഇത് ചെമ്പല്ലിനെ സിപ്ലോ കവറിനകത്താക്കി. ശരിക്കും ഇതിനകത്ത് വെള്ളം നിറച്ച് വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ ഇടയില്ലല്ലോ, ഫ്രഷ് ആയിട്ടിരിക്കുന്ന പറഞ്ഞ മീൻ അതുപോലെ തന്നെ നിറച്ച് വെച്ചാലോ. മീൻ വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കണമെന്ന്. പക്ഷെ പോവുകയല്ലേ. ഇതെനിക്ക് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരാൾ പറഞ്ഞു തന്ന ഐഡിയ കേട്ടോ. ഒരാളല്ല, പലരും പറഞ്ഞു ഇങ്ങനെ മീൻ വാങ്ങിച്ച് ഫ്രഷായിട്ടും ഫിഷ് വാങ്ങിച്ചിട്ട് അതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്ത് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ഫീല് കിട്ടും നമ്മൾ എടുക്കുമ്പോഴെന്ന്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഐഡിയ പറഞ്ഞു തന്ന ആൾക്ക് താങ്ക് യു സോ മച്ച്. ഒരറിവും ചെറുതല്ലേ. അടുത്തതാണ് ചെമ്മീൻ. ഉണ്ടോ? നല്ല വെട്ടി ക്ലീൻ ആക്കി കിട്ടിയ ചെമ്മീൻ. അവനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം അത് ഇവിടെ കൊണ്ടുവന്ന ചെമ്മീൻ റൈസോ ജസ്റ്റ് ഇത് കഴിക്കുകയല്ലോ. നമ്മുടെ ക്യാമറാമാൻ ഇതൊന്നും കഴിക്കില്ല സുഹൃത്തുക്കൾ, ഇതൊന്നും കഴിക്കില്ല. നമ്മുടെ ജസ്റ്റിക്കൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എല്ലാ മീനൊന്നും പുള്ളി കഴിക്കില്ല കേട്ടോ. ചില സെലക്റ്റഡ് ഫിഷൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കുള്ളൂ. ചെമ്മീൻ അങ്ങനത്തെ ഒന്നും ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്മീൻ, അല്ല ആ ടൈപ്പ് സീ ഫുഡില്ലേ, ക്രാബൊക്കെ. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ മീൻ വാങ്ങിച്ചിട്ട് നാളെ കഴിഞ്ഞ് തൊട്ട് ജസ്റ്റ് 25 നോയമ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്കും കൊച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും മീൻ വാങ്ങിച്ചതെന്ന് ഓർത്തോണേ. മറ്റവനല്ലേ കാളാഞ്ചി. അതുപോലെ എനിക്ക് മീൻ വാങ്ങിച്ചാൽ അന്ന് തന്നെ ഒരു മീൻ ഫ്രഷ് ആയിട്ട് എടുത്ത് കറി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനം. നോമ്പ് പിടിക്കുവാനായിട്ട് ജസ്റ്റ് ഇഷ്ടമുള്ള മീൻ കറി വെക്കാന്ന് വിചാരിച്ചേ. കാളാഞ്ചി എന്താ ജസ്റ്റ് കാളാഞ്ചി. ഞാൻ ഈയിടെ കാളാഞ്ചിയുടെ ഫാനായത് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ? എന്നോട് ഒത്തിരി പേര് കമന്റ് ചെയ്തു വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജ് വെച്ചാൽ മതി, ഫ്രീസറിൽ വെച്ചാൽ മതി, നല്ല ഫ്രഷ്നെസ് അതുപോലെ നിൽക്കുമെന്ന്. നോക്കട്ടെ. അതുകൊണ്ട് എല്ലാം ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രീസറിലാണ് വെക്കുന്നത്. അടുത്തത് എന്റെ സ്വന്തം ഹമൂർ താഴെ വെക്കാം അല്ലേ? ഇതുണ്ട്, ഇതാണ് നല്ല വൃത്തിയുള്ള ഹമൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് ഹമൂർ. ഇത് ഉണ്ടോ? കൂടിന്റെ സൈഡേ ഹമൂർ മറ്റേത് വെച്ചാണോ വേണ്ടേ? ജസ്റ്റിമോൻ പറഞ്ഞാൽ പിന്നെ അപ്പുറത്തോട്ടില്ല.
അങ്ങനെ ഹമൂറിന് ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കഴുകാതാണോ ഫ്രിഡ്ജിൽ വെക്കുന്നതെന്ന്. കഴുകത്തില്ല കേട്ടോ. കഴുകിയിട്ട് നമ്മൾ ആ സിപ്ലോ കവറിനകത്ത് പായ്ക്ക് മാറ്റി സിപ്ലോ കവറിനകത്ത് എടുത്ത് വെക്കുക. കാരണം കഴുകിയിട്ട് വെച്ചാൽ ഉണ്ടല്ലോ ഈ മീനിൻ്റെ ഫ്രഷ്നെസ് അങ്ങ് പോയി ടേസ്റ്റൊക്കെ അങ്ങ് പോകും കേട്ടോ. കാരണം ബ്ലഡൊക്കെ ഡ്രെയിനായി പോയി കഴിഞ്ഞാലേ പിന്നെ മീനൊന്നും കൊള്ളത്തില്ലെന്നേ. അതുകൊണ്ട് കഴുകാതെ വെക്കും. പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യാൻ നേരം മാത്രമേ കഴുകത്തുള്ളേ. ഇതാണ് ജെസ്സിയുടെ അലുവ കഷ്ണം പോലത്തെ മീൻ. അപ്പൊ പിന്നെ ഇവനെ തന്നെ കറി വെക്കാം. ഒറ്റ കറിക്കല്ലേ ഉള്ളൂ, ഒന്നിച്ച് വെക്കാനുള്ളതല്ലേ ഉള്ളൂ. 2 കിലോ ഉള്ളൂ. ഒന്നിച്ചങ്ങ് വെച്ചേക്കാം അല്ലേ? വറക്കണം ഇതെടുത്ത്. 2-3 മണി വറക്കണം. ഒന്നിച്ചങ്ങ് എടുക്കാം. ഇതാണ് വറ്റയല്ലേ? കേര. വറ്റയും കേരയും ചൂര തമ്മിലുള്ള വ്യത്യാസം തന്നെ. ചൂര എനിക്കറിയാം. ഇതാണ് നല്ല തുണ്ടം പീസ്. എല്ലില്ല, കഷ്ണം മാത്രമേ ഉള്ളൂ. നമ്മള് മീന മാർക്കറ്റിൽ ചെന്നാല് നമുക്ക് ഇങ്ങനെ ഇത് കാണുമ്പോ എന്നോട് പറഞ്ഞു, ആരായിരുന്നു, ജാനി ഇറ്റലിന്ന്, ചേച്ചിയുടെ മീൻ കാണുമ്പോ എനിക്ക് ഭ്രാന്താണ്. ജാനി ഡെഡിക്കേറ്റഡ് ഫോർ യു എന്ന്. ചേച്ചി എനിക്ക് ഇറ്റലി മീനില്ലേ? കടലിന്റെ സൈഡിലല്ലേ? എനിക്കറിയില്ല. ഇതല്ലേ നല്ല അടിപൊളി ഹമൂർ മക്കളെ. ഹമൂറല്ല, സോറി, കേര. കേര ഞാൻ ഫ്രിഡ്ജിന് താഴെ വെക്കാം. എനിക്ക് ഇന്ന് കറി വെക്കാം. പക്ഷെ ഇപ്പൊ എനിക്കത് പുറത്ത് പോകണം. കറി വെക്കാൻ നേരമില്ല. വന്നിട്ട് കറി വെക്കാം. കാരണം നമ്മുടെ ജസ്റ്റി മോൻ ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. ഏതാണ് ജസ്റ്റി? കേര എന്ന് പറഞ്ഞ ഇത് മീന്റെ തല. ഉണ്ടോ? ഹമൂറിന്റെ തല തന്നെ. ഉണ്ടോ? നല്ല ഇറച്ചി പീസ് കണ്ടോ? വേറൊരു മീൻ ഇതുപോലെ തലയ്ക്ക് ഇറച്ചിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ പല മീനിനെ തലയുണ്ടെങ്കിലും അവിടെ നിന്ന് മീൻ വാങ്ങിക്കുന്നിടത്തുനിന്ന് തല. ആരെ മഞ്ഞയല്ലല്ലോ, ഒരു മറ്റേ മീൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം മുമ്പേ കണ്ടതാണ് മറ്റേ കാളാഞ്ചി അല്ലാത്ത മറ്റേ സാധനം. അതാ കാളാഞ്ചി, ഇതാ മറ്റേത്. ഇതൊരു പുതിയ മീനാണ്. അവര് ശ്യാം എന്ന് പറഞ്ഞു. ശ്യാം, എനിക്കറിയത്തില്ല എന്താണെന്നത്. ഒരു കറുത്ത മീനാണ്. തൊലി അല്ലേ? സീബ്രീമിന്റെ ടൈപ്പ്. സീബ്രീമിന്റെ ഒരു ടൈപ്പ്. ഇത് നല്ല രക്തച്ചൊരിച്ചിലൊക്കെ ഉള്ള ഒരു മീനാണ്. അത് 1.5 കിലോയിലെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നല്ലേ? 1 കിലോ 1.5 കിലോ. ഇത് എത്ര മീൻ വാങ്ങിച്ചെന്ന് അറിയില്ല. ആദ്യമേ കേര, കാളാഞ്ചി, അയല വറുത്തവും വേണോ? അയല 3. അയല വറക്കാൻ മസാല വെച്ചാൽ മൊത്തം വെച്ചേക്കട്ടെ. പിന്നെ ചെമ്മീന്. പിന്നെ കൊറേ നല്ല ഫ്രഷ് അയല കിട്ടി. ഇത് ജസ്റ്റ് മോൻ അടുത്ത ഭ്രാന്താണ്, അയല ഭ്രാന്ത്. ഇപ്പം ഞാൻ ഇന്നുകൊണ്ട് തന്നെ കറി വെക്കും. ജസ്റ്റ് നാളെയും കൂടെ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ജസ്റ്റിക്ക് നോയമ്പ് തുടങ്ങുക. വേണ്ടേ? നല്ല അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ഇത് അയല. അതും ജസ്റ്റിക്ക് ഇഷ്ടമായതുകൊണ്ട് അയല ഇന്ന് വറക്കാവോ എന്ന് ചോദിച്ചു. പാവല്ലേ, കെട്ടിന് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ബിരിയാണി വരെ ഉണ്ടാക്കി കൊടുക്കും. അയല വറക്കാനായതുകൊണ്ട് അയല ഞാൻ താഴെ വെക്കുവാണ്. വന്നിട്ട് മദാരസയൊക്കെ തേക്കാനുള്ളതാണ്. അതുകൊണ്ട് അയലയും സിറ്റ് തയ്യാർ. അയലയും താഴെ വെച്ചു. അങ്ങനെ അൺബോക്സിങ് കഴിഞ്ഞു. നമ്മുടെ മീൻ ഏതൊക്കെ വാങ്ങിച്ചു? ഹമൂർ വാങ്ങിച്ചു, റെഡ് സ്നാപ്പർ വാങ്ങിച്ചു, പ്രോൺസ് വാങ്ങിച്ചു, ഷാം വാങ്ങിച്ചു, കാളാഞ്ചി വാങ്ങിച്ചു, കേര, അയല. ഇത്രയും മീന്. ക്രാബ് വാങ്ങിച്ചില്ല, ഇനി അടുത്ത പ്രാവശ്യമായിട്ട്. ഇത്രയും മീന്.
7 ടൈപ്പ് മീൻ വാങ്ങിച്ചു. മൊത്തം എത്ര രൂപയായി? മീന് മാത്രം, മീൻ വെട്ടിയത് മീനും കൂടെ 500 ദിറംസ്. നാട്ടിൽ എത്രയായി? ചുമ്മാ ഒന്ന് ഞെട്ടിച്ചേക്കാം. 500 ദിറംസിന്റെ മീൻ വാങ്ങിച്ചു മൊത്തം. അവിടെ വെട്ടി കിട്ടുന്നതിന് വലിയ റേറ്റ് ഒന്നുമില്ല. ഇവിടെ അബുദാബി നമ്മൾ വെട്ടാൻ കൊടുത്താൽ അവര് വെട്ടിത്തരും. അപ്പൊ അത് കിലോയ്ക്ക് അനുസരിച്ച് കേട്ടോ. 500 കൺവേർട്ട് ടു ഇന്ത്യൻ റുപ്പി ഒരു 15,000 കൺവേർട്ട് ഒക്കെ ചെയ്ത് നമുക്ക് കാർഡിയാക് അറസ്റ്റ് അടിക്കും. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, വെറൈറ്റി അൺബോക്സിംഗ് വീഡിയോ ആണ്. അമ്മേ, ഞാൻ പോയി കുളിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ശരി എന്നാ, ബൈ.